എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തട്ടുകടകളിൽ കിട്ടുന്ന ചുവന്ന ചമ്മന്തിയാണ് കേട്ടോ. ദോശയുടെയും ഇഡലിയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഈ ചമ്മന്തി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ്. സാധാരണ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും അതേ ടേസ്റ്റിൽ തന്നെ ചുവന്ന ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അരമുറി തേങ്ങ വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ടീസ്പൂൺ എന്ന് വെച്ചാൽ ചെറിയ സ്പൂണാണ്. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അധികം എരിവ് കാണത്തില്ല. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. ഇത് കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റാണ് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് റെഡിയായി. ഉടനെ തന്നെ നമുക്കത് പാനിന്ന് മാറ്റാം. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ ചൂടാക്കിയെടുത്ത മുളക് പൊടിയും അരമുറി തേങ്ങയും ഉണ്ട്. ഇത് രണ്ടും കൂടി ഈ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന 2 ടീസ്പൂൺ എരിവ് കുറവാണ്, കുറച്ചും കൂടി കൂടുതൽ വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇത് രണ്ടും മിക്സി ജാറിലേക്ക് ഇട്ടു. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്ന സാധാരണ ചമ്മന്തിക്ക് ഇടുന്ന ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഒരു 2 ചെറിയ ഉള്ളിയും ഇതുപോലൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. ഇഞ്ചിയുടെ ടേസ്റ്റ് ഒത്തിരി അങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ഫ്ലേവർ മതി. അപ്പോൾ ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് തേങ്ങയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പിന്നീട് വേണമെങ്കിലും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ഇതിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ച് മാറ്റി വയ്ക്കാം. തരിയില്ലാതെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്, ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ വറ്റൽമുളകൊക്കെ ഇട്ട സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. സാധാരണ താളിക്കുന്ന പോലെ വറ്റൽമുളകും കറിവേപ്പില അത്രേ ഉള്ളൂ. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ചെറിയ തീയിൽ വെക്കണേ, കാരണം ചമ്മന്തി ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. സാധാരണ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല ലൂസായിട്ടുള്ള ചമ്മന്തി ആയിരിക്കും. പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും ലൂസാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരുപാട് കുറുകിയൊരു ചമ്മന്തി അല്ല ഇത്. ഈ ഒരു പരുവത്തിന് ഇത്രയും ലൂസായിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ചെറിയ തീയിൽ ഒരു 1/2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ ചമ്മന്തി റെഡിയാവും. ഒരുപാട് തിളയ്ക്കേണ്ട, ജസ്റ്റ് ആ ചെറിയൊരു പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി. തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊന്ന് പോകണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തേങ്ങ ചമ്മന്തി, ചുവന്ന തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ആ ഒരു മുളക് പൊടി ചൂടാക്കി ചേർക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.